ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് ആദ്യം പാനിലേക്ക് ബട്ടർ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഒണിയൻ, അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും, അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഒരു വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതിലേക്ക് ഇട്ടിട്ട് മൈദപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണ വരെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒറിഗാനോയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മളെ മക്രോണി അല്ലെങ്കിൽ പാസ്ത അതിലേക്ക് ചേർത്തിട്ട് നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് കുരുമുളകും ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള ഊഴാണ്. അങ്ങനെ കഴിച്ച് നോക്കുക. നല്ല ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോൾ അത്രയ്ക്കത്തെ വീഡിയോ.